റംസാൻ നോമ്പിന് അടുക്കള ജോലി കുറയ്ക്കാൻ പറ്റിയ കുറച്ച് കൊച്ചു കൊച്ചു ടിപ്പുകളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായും ഒന്ന് കണ്ടു നോക്കൂ. തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെടും. നമുക്കാദ്യം ജ്യൂസിൽ നിന്ന് തന്നെ തുടങ്ങാം. നോമ്പ് തുറക്കുമ്പോൾ മസ്റ്റായിട്ടും വേണ്ടിയതാണ് ജ്യൂസുകൾ. നമ്മുടെ മക്കൾക്കും അതില്ലാതെ പറ്റില്ല. നമ്മൾ പലഹാരങ്ങളും തരിക്കഞ്ഞിയും എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ ഒരു സമയമാവും. പിന്നെ ബാങ്ക് കൊടുക്കാൻ ടൈം ആയോന്ന് പേടിച്ച് പിന്നെ വെപ്രാളപ്പെട്ടാണ് ജ്യൂസ് ഉണ്ടാക്കാനേ പോകുന്നത്. ഇനി ആ ടെൻഷനൊന്നും ആർക്കും വേണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാൻ പറ്റുന്ന പലതരം ജ്യൂസ് സിറപ്പുകൾ വീട്ടിൽ തന്നെ നിസ്സാരമായി ഉണ്ടാക്കി വെക്കാൻ പറ്റും. ആദ്യം നമുക്ക് പൈനാപ്പിൾ സിറപ്പ് തയ്യാറാക്കി വെക്കാം. ഇതിനു വേണ്ടി നല്ല വിളഞ്ഞു പഴുത്ത പൈനാപ്പിൾ തന്നെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ 2 വലിയ പൈനാപ്പിളാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പുറമൊക്കെ ചെത്തിക്കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത ശേഷം ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുക. ഇതിനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ചായി ഇട്ട് കൊടുത്ത് ഇത് അരയാൻ മാത്രം അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇതിനി ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. ഇതിനകത്തുള്ള നീര് മുഴുവനായും എടുത്ത ശേഷം ഈ ചണ്ടി മാറ്റിക്കളയണം. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന പൈനാപ്പിളും കുറച്ചായി അരച്ചെടുത്ത് നല്ലതുപോലെ അരിച്ചെടുത്ത് ഇതിൽ ചണ്ടി മാറ്റിക്കളയുക. ഇങ്ങനെ ഇതിൻ്റെ മുഴുവൻ നീരും ഞെക്കിയെടുക്കുക. അധികം വെള്ളം ചേർക്കാതെ വേണം ഇത് അടിച്ചെടുക്കാൻ. എനിക്ക് 2 പൈനാപ്പിളിൽ നിന്നായി ഇത്രയും പൾപ്പ് കിട്ടിയിട്ടുണ്ട്. നല്ല വിളഞ്ഞ് പഴുത്ത പൈനാപ്പിൾ ആയതുകൊണ്ട് നല്ല കളറും കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് സ്റ്റൗ ഓണാക്കിയ ശേഷം ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കുക. ഇതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കുക. ഞാൻ മധുരത്തിനായി ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 100 ഗ്രാം ശർക്കരയാണ് ഉരുക്കി അരിച്ച് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര പൊടിയായിട്ടുണ്ടെങ്കിൽ 100 ഗ്രാം ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. പൈനാപ്പിളും ശർക്കരയുമായി ചേർത്ത് കഴിക്കുന്നത് വളരെ രുചികരവും ആരോഗ്യകരവുമാണ്. കഴിവതും വൈറ്റ് ഷുഗർ ഒഴിവാക്കുക. ഇവ രണ്ടിലും ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്നു. ഇത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്നു. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. പൈനാപ്പിളിൻ്റെ പുളിയും ശർക്കരയുടെ മധുരവും ചേർന്നുള്ള ഈ കോമ്പിനേഷൻ അടിപൊളിയാണ്. ഈ ഒരു സമയം ഇതിലേക്ക് 2 ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. 5 മിനിറ്റ് ഒന്ന് ഇളക്കി തിളപ്പിച്ച ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് തണുക്കാനായി മാറ്റി വെക്കുക. നല്ലതുപോലെ തണുത്ത ശേഷം ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ എടുക്കാൻ പറ്റും. ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ സിറപ്പ് പകുതി ഒഴിച്ചു കൊടുക്കുക. കൂടെ തണുത്ത വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് റെഡി. നമുക്ക് ഓരോ ദിവസവും പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാൻ എത്രമാത്രം താമസം വരും. ചെത്തണം, അരിക്കണം ഇതൊന്നും വേണ്ട. ഗ്ലാസ്സിലേക്ക് പൾപ്പ് ഒഴിക്കുക, തണുത്ത വെള്ളം ഒഴിക്കുക, മിക്സ് ചെയ്യുക. മാത്രമല്ല നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയത് കൊണ്ട് യാതൊരു കെമിക്കലും ഇല്ലാതെ നമുക്ക് ദിവസങ്ങളോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ച് ധൈര്യമായിട്ട് തന്നെ ഉപയോഗിക്കാനും പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് മുന്തിരി ജ്യൂസും തയ്യാറാക്കിയെടുക്കാം. മുന്തിരി കൊണ്ടുവരുമ്പോൾ തന്നെ ഒന്ന് കഴുകിയ ശേഷം അതിലേക്ക് വേറെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് കുറഞ്ഞതൊരു 2-3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായി വെക്കണം. 3 മണിക്കൂറിന് ശേഷം ഈ വെള്ളം മാറ്റി 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കണം. ഇതിലൊക്കെ എത്രമാത്രം വിഷമാണ് ചേർത്തിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കണം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബീറ്റ്റൂട്ട് മുറിച്ചിട്ട് കൊടുത്ത് മുന്തിരി മുങ്ങത്തക്ക വിധം വെള്ളവും ഒഴിച്ച് അല്പം ഉപ്പും ചേർത്ത് തിളയ്ക്കാനായി വെക്കുക. തിളച്ചു വരുന്ന സമയം ഒരു നാരങ്ങയുടെ നീര് കൂടി പിഴിഞ്ഞൊഴിക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ തിളച്ചു വരുന്ന സമയം ഇതിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലും പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് മധുരത്തിനായി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വേനൽക്കാലത്ത് ശരീരത്തിന് തണുപ്പും ഉന്മേഷവും നൽകാൻ ഇത് നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ്. മുന്തിരിയുടെ തൊലിയൊക്കെ വിട്ടുമാറി വരുന്ന സമയം സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് തണുക്കാനായി മാറ്റിവെക്കുക. ഇത് തണുത്ത ശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. ശർക്കരയിൽ അടങ്ങിയിരിക്കുന്ന അയൺ, മുന്തിരിയിലെ ഗ്ലൂക്കോസ് എന്നിവ പെട്ടെന്ന് തന്നെ ശരീരത്തിന് ഊർജം നൽകുന്നു. മുന്തിരിയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും ശർക്കരയിലെ പോഷകങ്ങളും ചേർന്ന് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. ഇതിൻ്റെ തൊലിയും കുരുവും എല്ലാം മാറ്റി ഇത് നല്ലതുപോലെ അരിച്ചെടുത്ത ശേഷം ഇത് ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് ദിവസങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും. ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്ത് പകുതി ഗ്രേപ്പ് സിറപ്പും പകുതി ഐസ് വാട്ടറും ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രേപ്സ് ജ്യൂസും റെഡിയാക്കി എടുക്കാം. ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരു കെമിക്കലും ചേർക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസുകൾ വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന കുപ്പിയിലൊക്കെ കിട്ടുന്ന സ്ക്വാഷുകളില്ലേ, അത് കുടിക്കുമ്പോൾ ചുണ്ടിലും നാക്കിലുമൊക്കെ കളർ പിടിക്കുന്നതായിട്ട് കണ്ടിട്ടില്ലേ? അതിലൊക്കെ ഫുഡ് കളറുകൾ കൂടി ചേർത്താണ് കളർഫുള്ളാക്കി എടുക്കുന്നത്. ഇനി അതൊന്നും നമുക്ക് വേണ്ട. അടുത്തതായി 2-3 ബീറ്റ്റൂട്ട് ക്ലീൻ ചെയ്ത ശേഷം ചെറുതായി ചോപ്പ് ചെയ്തെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക.
ഇതിലേക്ക് 3-4 ഏലക്ക കൂടി ചേർത്ത് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. ഇത് ഒരു ബോക്സിലാക്കി സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് വേണ്ട സമയത്ത് ഒരു ഗ്ലാസ്സിലേക്ക് 1/4 ടീസ്പൂൺ ബീറ്റ്റൂട്ട് പൗഡർ ചേർത്ത് കൊടുത്ത് അതിലേക്ക് നല്ലതുപോലെ തണുത്ത പാലും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. മുകളിലായി കുതിർത്ത് വെച്ച 1 സ്പൂൺ കസേഴ്സ് ചേർത്ത് കൊടുത്ത് മധുരത്തിനായി 1 സ്പൂൺ ശർക്കരപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നോക്കൂ, നല്ല അടിപൊളി ടേസ്റ്റിലുള്ള റോസ് മിൽക്കും റെഡിയായി കിട്ടി. ഇതും ഒന്ന് ചെയ്ത് നോക്കണേ. റംസാൻ നോമ്പിന് ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒന്നാണ് ലെമൺ ജ്യൂസ്. ഇങ്ങനെ നാരങ്ങ പിഴിഞ്ഞ് നീരൊരു ബോട്ടിലാക്കി എടുക്കുക. കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയില നന്നായി കഴുകിയെടുത്ത ശേഷം മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുക. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അല്പം ഉപ്പും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക. ഇതൊരു അരിപ്പയിലൂടെ അരിച്ചെടുത്ത ശേഷം ഇങ്ങനെ ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ ഷുഗർ ആഡ് ചെയ്യേണ്ടവർക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും മധുരം വേണ്ടല്ലോ. ഇങ്ങനെ ആക്കി വെച്ചാൽ മധുരം വേണ്ടാത്തവർക്കും കുടിക്കാൻ എടുക്കാൻ പറ്റും. ഇനിയും പുതിനയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കി വേണമെങ്കിലും എടുക്കാം. ഇതിനി ഫ്രീസ് ചെയ്ത ശേഷം ഇങ്ങനെ ക്യൂബ്സ് ആക്കി എടുത്ത് ഒരു ബോക്സിലാക്കി സൂക്ഷിക്കുക. ബോക്സ് നല്ലതുപോലെ അടച്ചു കൊടുത്ത് ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ചാൽ നമുക്ക് ആവശ്യാനുസരണം ഷുഗറോ സാൾട്ടോ ഒക്കെ ചേർത്ത് പെട്ടെന്ന് തന്നെ ലെമൺ ജ്യൂസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അടുത്തത് ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒരേ അളവിലെടുത്ത് അതിൻ്റെ സ്കിന്നെല്ലാം മാറ്റി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുക. ഇതിനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അല്പം വെള്ളവും ഒരു നാരങ്ങയുടെ നീരും പിഴിഞ്ഞൊഴിക്കുക. നല്ല നീരുള്ള നാരങ്ങ ആണെങ്കിൽ ഒരെണ്ണം തന്നെ മതിയാവും. ഇനിയും കുക്കർ അടച്ചു കൊടുത്ത് ഒറ്റ വിസിൽ വരുന്നത് വരെ വേവിക്കുക. ഒരു വിസിലിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് അതിൻ്റെ എയർ പൂർണ്ണമായും മാറിയ ശേഷം തുറന്നു നോക്കുക. ഇതിൻ്റെ ചൂട് നല്ലതുപോലെ മാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ചൂട് മാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. ഇങ്ങനെ നല്ലതുപോലെ അരച്ചെടുത്ത ശേഷം ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ലെമൺ ജ്യൂസ് ആക്കിയെടുത്തതുപോലെ തന്നെ ഇതും ആക്കിയെടുക്കുക. നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടാനും ക്ഷീണം മാറാനുമെല്ലാം ഇത് സഹായിക്കുന്നു. നോമ്പിൽ പകല് മുഴുവനും പട്ടിണി ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ക്ഷീണമുണ്ടാവും. നോമ്പ് തുറക്കുന്ന സമയത്തും നല്ല സാധനങ്ങളൊന്നും കുട്ടികൾക്ക് വേണ്ട. അവർക്ക് കുറച്ച് എണ്ണക്കടികൾ മാത്രം മതി. അങ്ങനെ 2-3 നോമ്പാകുമ്പോഴേക്കും കുട്ടികൾക്ക് ക്ഷീണമാവും. ഇപ്രാവശ്യത്തെ നോമ്പും കുട്ടികളുടെ എക്സാം ടൈമിലാണ്. അതുകൊണ്ട് നോമ്പ് തുറക്കുന്ന സമയം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ മാത്രം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ചോക്ലേറ്റ് മോൾഡുകളിലും ഒക്കെ ഒഴിച്ചു കൊടുത്ത് ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയും എടുക്കാം. ഇതും ഫ്രീസ് ചെയ്ത ശേഷം ഇങ്ങനെ ക്യൂബ്സ് ആക്കിയെടുത്ത് ബോക്സിലാക്കി ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാം. ഓരോ ദിവസവും ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒന്നും അരച്ചെടുക്കാൻ എല്ലാവർക്കും സമയം കിട്ടാറില്ല. ഇങ്ങനെയാക്കി വെച്ചാൽ എല്ലാ ദിവസവും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉപയോഗിക്കാനായി എടുക്കാൻ പറ്റും. ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ നാരങ്ങാനീരും പുതിനയും എല്ലാം ചേർത്ത് തയ്യാറാക്കിയ ഒരു ക്യൂബ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായ ഷുഗറും വെള്ളവും ചേർത്ത് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ലെമൺ ജ്യൂസ് പെട്ടെന്ന് തന്നെ റെഡിയാവും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്യാരറ്റും ബീറ്റ്റൂട്ടും ചേർത്ത് തയ്യാറാക്കിയ ഒരു ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് മധുരവും വെള്ളവും ചേർത്ത് ഇളക്കി കൊടുക്കുക. ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾ പോലും ഇങ്ങനെ ആക്കി കൊടുത്താൽ നല്ല കളർഫുള്ളായിട്ടുള്ള ജ്യൂസ് ആയതുകൊണ്ട് നല്ല ഇഷ്ടത്തോടു കൂടി തന്നെ കഴിച്ചോളും. അതുപോലെ തന്നെ ഷേക്കോ സ്മൂത്തിയോ ഒക്കെ റെഡിയാക്കുമ്പോഴും ഈ ക്യാരറ്റും ബീറ്റ്റൂട്ടും ചേർത്ത് തയ്യാറാക്കിയ ക്യൂബ്സ് ഇട്ട് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാവുകയും ചെയ്യും. നമുക്ക് ജോലിയും എളുപ്പമാവും. ഇത് ഞാൻ നേരത്തെ തന്നെ മുന്തിരി ഉണക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നമുക്ക് സമയമുള്ളപ്പോഴൊക്കെ കുറച്ച് തേങ്ങ ചിരകി ബോക്സിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് വേണ്ടപ്പോഴൊക്കെ തേങ്ങ ചിരകി സമയം കളയാതെ പണി എളുപ്പമാക്കാം. തേങ്ങ കൂടുതലായിട്ട് സൂക്ഷിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ച് കൊടുക്കണം. നോയമ്പിൽ കഞ്ഞിക്കും മറ്റുമായി ഒരുപാട് തേങ്ങ വേണ്ടി വരും. നോയമ്പിൽ എന്നും ഒരേ ടേസ്റ്റിൽ കറി വെക്കാതെ ഇടയ്ക്കൊക്കെ ചിക്കനും മട്ടനും ഒക്കെ നമ്മൾ വറുത്തരച്ച് കറി വെക്കാറുണ്ടല്ലോ. കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പൾസ് ബട്ടൺ തിരിച്ചു കൊടുക്കുക. എല്ലാ തേങ്ങയും ഒരേ വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയാക്കി എടുക്കുന്നത്. ഇതിനി അടികട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് 1/2 സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാൻ. തേങ്ങ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ കളർ ചേഞ്ച് ആയി വരുന്ന സമയം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കുക. മറ്റു പൊടികളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന കറിയുടെ കണക്കിനനുസരിച്ച് പിന്നീട് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ കരിഞ്ഞു പോകാതെ വറുത്തെടുത്ത ശേഷം ഇതിൻ്റെ ചൂട് മാറാനായി ഒരു പരന്ന പാത്രത്തിലേക്ക് നിരത്തിയിട്ട് കൊടുക്കുക. ചൂട് നല്ലതുപോലെ മാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. ഇതിനി ഒരു ഗ്ലാസ് ബോട്ടിലാക്കി സൂക്ഷിച്ചു വെക്കുക. നല്ലതുപോലെ ചൂട് മാറിയതിന് ശേഷം മാത്രമേ അടച്ചു കൊടുക്കാവൂ. നമ്മൾ തേങ്ങ വറുത്തരച്ച് വെക്കുന്ന എല്ലാ കറികൾക്കും ഇത് ഉപയോഗിക്കാം.
ഇങ്ങനെയും നമുക്ക് സമയം ലാഭിക്കാം. അതുപോലെ തന്നെ നട്ട്സും മുന്തിരിയും എല്ലാം നമുക്ക് വറുത്ത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. എന്തായാലും നോയമ്പിൽ തരിക്കഞ്ഞിക്കും നെയ്ച്ചോറിനുമെല്ലാം മസ്റ്റായും വേണ്ടതാണിത്. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നട്ട്സിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയം മുന്തിരി കൂടി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുക. മുന്തിരിയെല്ലാം വീർത്ത് വരുന്ന സമയം കരിഞ്ഞു പോകാതെ സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു ഗ്ലാസ് ബോട്ടിലാക്കി സൂക്ഷിക്കുക. ഇതിനകത്തുള്ള നെയ്യോടുകൂടി തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇത് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. നമ്മൾ നെയ്ച്ചോറും തരിക്കഞ്ഞിയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൽ നിന്ന് 1-2 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇത് വറുത്തെടുത്ത് സമയം കളയണ്ട. നല്ല ചൂടുള്ളതിലേക്ക് ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ നെയ്യോടുകൂടി തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ. അതുപോലെ 2-3 സവോള നൈസായിട്ട് അരിഞ്ഞ് ഓയിലും നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് വറുത്തെടുക്കുക. ഇങ്ങനെ വറുത്തെടുത്ത് തണുത്തതിന് ശേഷം ഒരു ബോക്സിലാക്കി സൂക്ഷിച്ചാൽ നെയ്ച്ചോറും ബിരിയാണിയും ഒക്കെ തയ്യാറാക്കുമ്പോൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ എളുപ്പമാകും. കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്ത ശേഷം വെച്ചാൽ നമ്മൾ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയം ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക, ജോലി എളുപ്പമാക്കാം. അടുത്തതായി കുറച്ച് സവോള ഇതുപോലൊന്ന് റെഡിയാക്കി വെച്ച് നോക്കുക. ഞാനൊരു 12 വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായി കനം കുറച്ച് അരിഞ്ഞെടുക്കുക. കൂടെ തന്നെ 2 പിടി ചെറിയ ഉള്ളി കൂടി എടുക്കുക. ഞാനിത് ചോപ്പറിലാണ് അരിഞ്ഞെടുക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ വലിയ പീസായി കട്ട് ചെയ്തെടുത്തത്. മുഴുവൻ സവോളയും ചെറിയ ഉള്ളിയും എല്ലാം ഇങ്ങനെ ചെറുതായി അരിഞ്ഞെടുക്കുക. നല്ലതുപോലെ കനം കുറഞ്ഞ് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിനി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു പാത്രത്തിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടപ്പടച്ചു കൊടുത്ത് ഈ ഉള്ളിയിലെ വെള്ളം മുഴുവനായും വറ്റിക്കുക. ഉള്ളിയിലെ വെള്ളമെല്ലാം വറ്റിയ ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി കുറച്ചൊന്ന് വഴന്നു വരുന്ന സമയം ഇതിലേക്ക് 1 കുടം വെളുത്തുള്ളിയും 1 മീഡിയം സൈസ് ഇഞ്ചിയും ചേർത്ത് ചതച്ച് ചേർത്ത് കൊടുക്കുക. ഇതും വഴറ്റി കൊടുത്ത ശേഷം 5 വലിയ തക്കാളി ചെറിയ പീസായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. 5 പച്ചമുളക് 2ആയി മുറിച്ചെടുത്തതും ഈ അരിഞ്ഞെടുത്ത തക്കാളിയും ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റി കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കുക. തക്കാളിയെല്ലാം നല്ലതുപോലെ തന്നെ വെന്തുടഞ്ഞു വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഈ ഒരു സമയം 2 തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നല്ലതുപോലെ വഴന്നു വരുന്ന സമയം ഇതിലേക്ക് 3 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ളതും എരിവില്ലാത്തതും കൂടി മിക്സ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി ഇത്രയും ചേർത്ത് വഴറ്റി കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇതിലൊട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഞാനിതിൽ മല്ലിപ്പൊടി ചേർക്കാതെയാണ് എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി ചേർക്കാതെ വെച്ചാൽ നമുക്ക് ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇത് തണുത്തതിന് ശേഷം ഒരു കവറിലാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ചാൽ ചിക്കനും മട്ടനും ബീഫിനും മുട്ടക്കറിക്കും കടലക്കറിക്കുമെല്ലാം ചേർക്കാൻ പറ്റും. നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒരു കവറിലാക്കി വെക്കുക. ഞാനൊരു സിപ്ലോ കവറിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. വലിയ കവറായതുകൊണ്ട് എനിക്ക് മുഴുവനായും ഒരു കവറിൽ തന്നെ വെച്ച് കൊടുക്കാൻ പറ്റി. ചെറിയ കവറൊക്കെ ആണെങ്കിൽ 2 കവറിലാക്കി എടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുത്ത ശേഷം കവർ ലോക്ക് ചെയ്ത് ഫ്രീസറിലേക്ക് എടുത്തു വെക്കുക. കുറച്ചു തണുപ്പായി കഴിയുമ്പോൾ പുറത്തെടുത്ത് ഇതിങ്ങനെ പല പീസായി മാറ്റി വെക്കുക. കവറ് കീറി പോകാതെ വേണം വരഞ്ഞു കൊടുക്കാൻ. ഞാനിവിടെ കത്തി തിരിച്ചു പിടിച്ചാണ് വരഞ്ഞു കൊടുക്കുന്നത്. 6 പീസാക്കിയിട്ടാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതിനിയും വീണ്ടും ഫ്രീസറിലേക്ക് എടുത്തു വെച്ച് നല്ലതുപോലെ തണുത്തതിന് ശേഷം പുറത്തെടുക്കുക. നല്ലതുപോലെ തണുത്ത ശേഷം ഇത് പുറത്തെടുത്ത് ഓരോരോ പീസാക്കി എടുത്ത് ബോക്സിലാക്കി സൂക്ഷിക്കുക. വീണ്ടും ഫ്രീസറിൽ തന്നെ വേണം ഇത് വെച്ച് കൊടുക്കാൻ. ഇത് ചിക്കനോ മട്ടനോ ബീഫോ മുട്ടയോ കടലയോ ഏത് കറികൾക്കും എടുക്കാൻ പറ്റും. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണ്ട ബാക്കിയുള്ള മസാലപ്പൊടികൾ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ മല്ലിപ്പൊടി അതിൽ ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് മല്ലിപ്പൊടി ചിക്കനിൽ ചേർത്ത് കൊടുക്കണം. മുളക് പൊടി നമ്മൾ സവോള വഴറ്റിയതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായ ശേഷം പെരുംജീരകം ചേർത്ത് കൊടുത്ത് ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്ത് വഴറ്റി കൊടുക്കുക. ഇനി ഇതിൽ നിന്ന് 1 പീസ് എടുത്ത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. 1/2 കിലോ ചിക്കന് 1 പീസ് തന്നെ മതിയാവും. ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കുക. അല്പം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കുക. നമുക്ക് സവോള അരിയാനും വഴറ്റാനും ഒക്കെ ഇല്ലേ ഒരുപാട് സമയം വേണ്ടത്. ഇങ്ങനെ ഉണ്ടാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചാൽ ജോലി എളുപ്പമാക്കാം. കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ വൃത്തിയാക്കിയ ശേഷം അടച്ചു കൊടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ പേസ്റ്റാക്കിയും വെക്കുക. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെന്ന് അറിയാം, എങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അടുത്തത് നല്ലതുപോലെ കഴുകി മുളപ്പിച്ച് ഉണക്കിയെടുത്ത റാഗിയിലേക്ക്
ക്യാരറ്റ്, ആപ്പിൾ, ഡേറ്റ്സ്, നട്ട്സ്, ബദാം ഇതെല്ലാം ഉണക്കി ചേർത്ത് പൊടിച്ച് വറുത്തെടുത്ത് ഒരു പൗഡറാക്കി എടുക്കുക. ഇടയത്താഴത്തിന് ഭക്ഷണം കഴിക്കാൻ മടിയുള്ള നമ്മുടെ മക്കൾക്ക് 1 ഗ്ലാസ് പാലിലേക്ക് ഇത് 1 സ്പൂൺ ചേർത്ത് മധുരത്തിനായി അല്പം ശർക്കര കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒട്ടും ക്ഷീണം തോന്നാതെ പകൽ മുഴുവനും നല്ല എനർജറ്റിക് ആയിരുന്നോളും. ഇപ്പോൾ എക്സാം ടൈം കൂടി ആയതുകൊണ്ട് ഇടയത്താഴത്തിനും നോമ്പ് തുറക്കുന്ന സമയത്തുമെല്ലാം മക്കൾക്ക് ജങ്ക് ഫുഡുകൾ ഒഴിവാക്കി ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതിൽ 1-2 സ്പൂൺ തണുത്ത പാലും 1 പഴവും ചേർത്ത് മിക്സിയിലടിച്ച് ഷെയ്ക്കോ സ്മൂത്തിയോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസിൻ്റെ മധുരം മാത്രമേ ഇതിനുള്ളൂ. അതുകൊണ്ട് വലിയവർക്കും ഷുഗർ ഉള്ളവർക്കുമെല്ലാം ഇത് കഴിക്കാൻ പറ്റും. ഇതിൽ ധാരാളം ഇരുമ്പ് അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് വിളർച്ചയെ തടയാൻ സഹായിക്കുന്നു. ഇതിൽ ധാരാളം കാൽസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അസുഖങ്ങളൊന്നുമില്ലാതെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ദിവസം 1 നേരമെങ്കിലും റാഗി ഇങ്ങനെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. ഇത് 1 സ്പൂൺ 1 ഗ്ലാസ് പാലിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് വയറ് നിറഞ്ഞതുപോലെ തോന്നും. ഇത് വീട്ടിലുണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.